2024-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികവിന്റെ പാതയിലൂടെ നവതിയും പിന്നിട്ട AUPS മണ്ണേങ്കോട്. തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കാളവേല ആഘോഷങ്ങളുടെ ഭാഗമായി പ്രാദേശിക കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്തു. ഈ വർഷത്തെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമാവലിയും തൂത ഭഗവതി ക്ഷേത്രം പൂരാഘോഷ കമ്മിറ്റി പുറത്തിറക്കി. മെയ് 13-നാണ് തൂത ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല നടക്കുക. മെയ് 14-ന് 30ഓളം ഗജവീരന്മാർ അണിനിരക്കുന്ന പൂരവും നടക്കും. ഇതിന്റെ ഭാഗമായാണ് പൂരം കാളവേല പ്രാദേശിക കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം തൂത പൂരാഘോഷ കമ്മിറ്റി വിളിച്ചു ചേർത്തത്. യോഗത്തിൽ എല്ലാ കമ്മിറ്റിയും നടപ്പാക്കേണ്ട നിയമാവലിയും പുറത്തിറക്കി. DJ ബോക്സ്, പേപ്പേഴ്സ് തുടങ്ങിയവ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ സമ്മതിക്കുന്നതല്ല. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന തോണിക്കടവ് റോഡിൽ കാളകളെയും ആനകളെയും നിർത്തിയുള്ള വാദ്യം അനുവദിക്കുന്നതല്ല. പൂരം കാളവേല ദിവസങ്ങളിൽ കാളയുടെ മുൻപിലോ ആനയുടെ മുൻപിലോ ഒരു തരത്തിലുള്ള കൊടിത്തോരണങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. പ്രാദേശിക പൂരങ്ങൾ വൈകുന്നേരം 5:30-നുള്ളിൽ ക്ഷേത്രപ്പറമ്പിൽ നിശ്ചിത സ്ഥലങ്ങളിൽ അണിനിരക്കണം. ആനകളെ എഴുന്നള്ളിക്കുന്നതിന് നിലവിലുള്ള വനം വകുപ്പ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ എല്ലാ പൂരങ്ങളും പാലിക്കേണ്ടതാണ്. പടക്കങ്ങൾ, കളർ ഫോക്സ്, സ്മോക്കർ തുടങ്ങി ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങി 40ഓളം നിയമാവലികളാണ് കമ്മിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഉത്സവം കളങ്കപ്പെടുത്തുന്ന രീതിയിൽ സംഘർഷങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകരുത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു. യോഗത്തിൽ തൂത ഭഗവതി ക്ഷേത്രം പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് CM പ്രദീപ്, സെക്രട്ടറി C കൃഷ്ണദാസ്, പോലീസ് ഉദ്യോഗസ്ഥർ, KSEB ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. നമ്മൾ ഒരു ഉത്സവം നടത്തുകയെന്ന് വെച്ചാല് എന്താണ് ഒരു സന്തോഷം, ഒരു ഭഗവതിയുടെ ഇതിന് വഴിപാട് കഴിച്ചിട്ട് നമ്മൾ ഒരു വർഷം കാത്തിരുന്നാണ്ട് നമ്മൾ ചെയ്യണ ഒരു എന്താ പറയാ ഒരു പുണ്യ പ്രവൃത്തിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുറച്ച് വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രം ഇത് മുടക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു പൂരം മൊത്തത്തിൽ ഒരു നാട്ടുകാരുടെ സന്തോഷം മുഴുവനാണ് കളയുന്നത്. 2 ദിവസമാണ് പൂരം നടക്കുക. അധികവും ഈ കാളവേലയ്ക്ക് അനുബന്ധമായിട്ടാണ് അടിപിടികളൊക്കെ ഉണ്ടാവല്. അപ്പൊ അടുത്ത ദിവസത്തെ ആറാട്ട് അത് അതിലേറെ മോശമായി നടക്കും. അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ പോലീസ് ഇത് പൂരം നടത്തുകയല്ല പോലീസിന്റെ ചുമതല. പൂരത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ പങ്കെടുക്കാന്നുള്ളൂ. പോലീസ് പൂരം നടത്തി ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ അത് കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമ്മൾ സമയം നിശ്ചയിക്കുക, അതുപോലെ നമ്മളതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക, അതിന്റെ ഒന്നും ആവശ്യം തോന്നുന്നില്ല. നിങ്ങൾ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് ഈ വർഷത്തെ പൂരം നല്ല രീതിയിൽ വേറൊരു പ്രശ്നമില്ലാതെ നടത്തുന്ന നിങ്ങൾ നാട്ടുകാർ തീരുമാനം എടുത്താൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. കാരണം നിങ്ങളുടെ നാട്ടിൽ ആരൊക്കെയാണ് പ്രശ്നക്കാര്, എന്തൊക്കെ പ്രശ്നക്കാരെന്ന് നാട്ടുകാർക്ക് പോലീസുകാർക്ക് അറിയുന്നതിലുപരി നിങ്ങൾക്കറിയാം.